നമ്മളിപ്പോൾ ഈ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം ഏകദേശം 10 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് പിണറായി സർക്കാർ. ഈ അവസാന കാലഘട്ടം വരുന്ന സമയത്തുണ്ടാകുന്ന നിരവധി മാറ്റങ്ങളുണ്ട്. അത് വേണ്ടി പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജിൽ പോലും മാറ്റമുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞാൻ പോയ പരിപാടിക്ക് മുഖ്യമന്ത്രി ആളുകൾ നോക്കി ചിരിക്കുന്നു, തൊഴുന്നു, നമസ്കരിക്കുന്ന രീതിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണം ഏകദേശം 10 മിനിറ്റ് ആയിരുന്നു നീണ്ടു നിന്നത്. സംഭാഷണത്തിനകത്ത് ഒരൊറ്റ നെഗറ്റീവ് വാക്കുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ട് പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ വസ്തുത. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നി ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഒരുപക്ഷെ വീണ്ടും പിണറായി വിജയൻ സർക്കാരിന്, LDF സർക്കാരിന് കേരളത്തിൽ വരാവുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? എന്താ അങ്ങയുടെ അഭിപ്രായം, നിരീക്ഷണം എന്താ ഈ കാര്യത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും LDF സർക്കാർ അടുത്ത തവണ അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു കാരണവും ഇപ്പം നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏകോപിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്നുള്ള സംഘടന നേതാക്കന്മാരിൽ മാത്രം ചുറ്റിക്കറങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ്. ബൂത്ത് തലത്തിലോ താഴേക്കിടയിലോ ഒന്നും പ്രവർത്തനങ്ങളില്ല. അതേസമയം CPM-ന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് അവർക്ക് സംസ്ഥാനം ഭരിക്കുകയോ അതല്ല സംസ്ഥാനത്തിന് അതിൻ്റെ വികസനം മെച്ചപ്പെടുത്തുകയോ ഒന്നുമല്ല. അവരുടെ എന്നും എക്കാലത്തെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അവരുടെ പാർട്ടിയാണ് വലുത്. അപ്പോൾ ആ പാർട്ടി അവരിപ്പോഴും താഴേക്കിടയിൽ ഒരു വളരെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചലിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിലിരിക്കാതിരിക്കുന്ന സമയത്ത് അധികാരത്തിൽ വരാനും അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കാനുമാണ് അത് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില ചർച്ചകളിലൊക്കെ വന്ന് പഴയ നിരാശരായിട്ടുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പറയാറുണ്ട്, ഇത് ബംഗാളിൻ്റെ രീതിയിലേക്കാണ് പോകുന്നത്. ഒരിക്കലും കേരളം ബംഗാളിൻ്റെ രീതിയിലേക്ക് അടുത്ത കാലത്തെങ്കിലും പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ താഴെ ഇപ്പം പ്രാദേശിക തലങ്ങളിൽ ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും ഇങ്ങനെയുള്ള പോഷക സംഘടനകളും അതുപോലെ ഈ CPM-ന്റെ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളും ഒക്കെ ഇതിങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തകർക്കാൻ നോക്കിയാൽ പോലും ഇതിൻ്റെ ഈ ഘടനയെ പെട്ടെന്ന് തകർക്കുക സാധ്യമല്ല. മാത്രമല്ല ഇതിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമായിക്കൊണ്ടുള്ള പ്രവർത്തനം വളരെ മനോഹരമായിട്ട് LDF ആരംഭിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്രാവശ്യത്തെ ബജറ്റ് നോക്കുക. ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടൊരു ബജറ്റായിട്ട്, യാതൊരു പ്രീണനവും ഇല്ലാത്ത ബജറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് സംഗതി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അടുക്കാറാവുന്ന സമയത്ത് നോക്കിക്കോണം, ക്ഷേമ പെൻഷൻ വരും, അതേപോലുള്ള സകല ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയതാണ്. ഒന്നും ഒരു യാചക മനോഭാവം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ മലയാളിക്കുമുണ്ട്. അത് BJP-കാരനുമുണ്ട്, കോൺഗ്രസ്സുകാരനുമുണ്ട്. എല്ലാ മലയാളിയിലേക്കും അത് ഈ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമാണ്. ഈ വെറുതെ കിട്ടുക, എന്തെങ്കിലും ഒരു ഔദാര്യം കിട്ടുക എന്നുള്ളൊരവസ്ഥ. മാത്രമല്ല നമുക്കൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം. അതായത് ദാരിദ്ര്യത്തിനെ ഉദാത്തവൽക്കരിച്ച് കാണിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ തന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നതേ പറയുന്നത്. അത് ദാരിദ്ര്യത്തിന് പണ്ട് തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ ഖദറുടുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ചെറുതായിട്ട് കീറിയിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് ദാരിദ്ര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നു, ഇല്ലാത്തതിനോട് ചേർന്ന് നിൽക്കുന്നു. ദാരിദ്ര്യം എന്തോ മഹത്വമാണ് എന്നുള്ള ഒരു ധാരണ മലയാളിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യമല്ല, അത് മാനസികമായ അവസ്ഥയാണ്. അപ്പം ഈ ദാരിദ്ര്യം മലയാളിയുടെ മനസ്സിൽ എത്ര സമ്പത്തുണ്ടായാലും ഈ ദാരിദ്ര്യം വിട്ടുപോകുന്നില്ല. അപ്പം ഈ ദാരിദ്ര്യം ഉള്ള സമയത്ത്, എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ഒരു ഭയങ്കര ആഹ്ലാദം വരും. ആ ആഹ്ലാദം അതൊരു ഭയങ്കരമായ, പെട്ടെന്ന് ഈ ദാരിദ്ര്യം ആന്തരികമായി അനുഭവിക്കുന്ന വ്യക്തിക്ക് ചിന്താശേഷി കുറവായിരിക്കും. മനസ്സിലായല്ലോ? കാര്യം ഇല്ല എന്നുള്ള തോന്നലാണ്, അവനിലേക്ക് ചുരുങ്ങിയുള്ള തോന്നലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിശക്കുന്നതിനെ കുറിച്ചിട്ട് ഇനി എത്ര വലിയ പണ്ഡിതനാണെങ്കിലും താത്വികമായി ആ സമയത്ത് ചിന്തിക്കുന്നില്ല, ഭക്ഷണം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഭക്ഷണമില്ലായ്മ പോലുള്ളൊരു വിശപ്പും അതുപോലെ ഈ ദാരിദ്ര്യം അതുപോലെ ഒരു വിശപ്പാണ്. അപ്പോൾ ആ ഒരു സ്വാഭാവികമായ അവസ്ഥയിൽ ഇതെന്തെങ്കിലും കിട്ടുന്ന സമയത്ത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയും ഈ സർക്കാർ രക്ഷകനായ സർക്കാരാണ്. മാത്രമല്ല രക്ഷകനായിട്ടാണ് CPM അവതരിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. മാത്രമല്ല അത് വളരെ വ്യക്തമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലെ ഒറ്റ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അറൗണ്ട് 35,000 കോടിയാണ്. അതിന് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം 30,000 കോടി റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദാനിയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ടാക്ടിക്സിൽ
അതിൻ്റെ അവർ തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ എന്തോ ഒരു സംഗതി, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് വിളിക്കാൻ തോന്നണില്ല, പക്ഷെ ഒരു സ്പെല്ലിങ്ങിൽ എന്തോ ഒരു വശപ്പശു ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അതിനെ അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അല്ല, അതിനകത്ത് ഇപ്പൊ CPM യാതൊരു ആശയക്കുഴപ്പവുമില്ല. ഇപ്പം അദാനിയുമായിട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കും അദാനിയെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അദാനിക്ക് ഇവിടെ വിഴിഞ്ഞവും തിരുവനന്തപുരം എയർപോർട്ടും, അപ്പൊ ഈ രണ്ട് ഭൗതിക സംവിധാനങ്ങൾ, അതായത് ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള അവരുടെ താല്പര്യം വളരെ വ്യക്തമാണ്. അപ്പൊ അതിന് അനുസൃതമായ രീതിയിലേക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നു. അദാനി ഇത് മനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ നമ്മളത് കാണാൻ കഴിയുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ പിണറായി വിജയൻ നമ്മൾ ധരിക്കുന്നത് അദ്ദേഹത്തിന് നല്ല പ്രായാധിക്യമുണ്ട്, 2 വട്ടം അദ്ദേഹം പൂർത്തിയാക്കുകയാണ്. ഒരു 3ാമതൊരു വട്ടം തെരഞ്ഞെടുപ്പിനുള്ള ബാല്യം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിണറായി വിജയൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം കെ സുധാകരനും പിണറായി വിജയനും തമ്മിൽ കോളേജിൽ വെച്ച് നടത്തിയ ഒരു അടിയിടൽ, അവനെ ഞാനടിച്ചു അല്ലെങ്കിൽ അവനെ ഞാനാണ് അടിച്ചതെന്ന് പറഞ്ഞ് സംഭവിച്ചു, ഒരു എന്താ പറയുക, വിവാദം ഉണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ഒക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുകയും പ്രശ്നമൊക്കെ ചെയ്യും. പക്ഷെ കോളേജിന് പുറത്തിറങ്ങി ജോലിയൊക്കെ ആയി അതല്ലേ കുറച്ച് 10-25 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് പറയാറില്ല. പിന്നെ അതൊരു തമാശയായിട്ടായിരിക്കും ചിലപ്പോൾ പരസ്പരം ഏറ്റുമുട്ടിയവർ പിന്നീട് കാണുമ്പം നമ്മൾ തമാശയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഈ 2 മനുഷ്യരും 75 വയസ്സ് കഴിഞ്ഞിട്ടും അതിന് ഞാനാണ് അവനെ അടിച്ചത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ഒരു മാനസിക നിലയുടെ. അപ്പൊ അത് രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഒരു ടീനേജിന്റെ മാനസികാവസ്ഥ, ഒരു കൗമാരത്തിന്റെ മാനസികാവസ്ഥയാണ്. ടീനേജിന്റെ എന്നാണോ അതിന് വേറെ വല്ല ഗുണ്ടായിസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാമോ? അല്ല, അതിന്റെ പ്രവൃത്തി അത് തന്നെയാണ്. അടിയിടി എന്ന് പറയുന്ന സാധാരണ ഒരു സാംസ്കാരികമായ ഉയർന്ന മനുഷ്യൻ അഭിമാനിക്കാൻ പറ്റിയ സാധനമല്ല. അല്ല, ചില സമയങ്ങളിൽ അടിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് വേണ്ടി വരുന്നൊരവസ്ഥയാണ് ചിലപ്പോൾ അടിക്കേണ്ടി വരും. അത് ജീവൻ രക്ഷയ്ക്കുള്ളൊരു സാധനം, രക്ഷാപ്രവർത്തനമായിട്ട് ചെയ്യാവുന്നൊരു സാധനമാണ്. പക്ഷെ ഈ അടിയിടിയും അതിലെ ഹിംസാത്മകത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ രക്ഷാപ്രവർത്തനം പറയാൻ പാടില്ല കേട്ടോ. പറഞ്ഞില്ലേ, SFIയുടെ പണിയാണ് രക്ഷാപ്രവർത്തനം. അതെ, സാംസ്കാരികമായി ഉള്ള ഒരു മാനുഷികമായ അവസ്ഥയിലേക്ക് മാറുന്ന മനുഷ്യർക്ക് പറ്റുന്ന സാധനമല്ല. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഈ PSCയുടെ ശമ്പളം വർദ്ധിപ്പിച്ചു നോക്കുക, അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള വൻ പ്രതിഷേധം ഉണ്ടാവുമെന്നറിയാം. ഈ പ്രതിഷേധം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് തീരുമാനിച്ചാൽ ഞാൻ നടപ്പിലാക്കും, പ്രതിഷേധമൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചാൽ LDF തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും പൊതുധാരണയാണ്. നാളെ അദ്ദേഹം വന്നിട്ട് കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ ഒരു മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാപിക്കാം. ആദ്യം 2-3 ദിവസം ഈ ചാനലിലൊക്കെ ചർച്ചയുണ്ടാവും. അദ്ദേഹം അമ്മായിപ്പൻ മരുമകനെ മുഖ്യമന്ത്രിയാക്കി കുറെ ലേഖനങ്ങൾ എഴുതും, കുറെ ചർച്ചകൾ നടത്തും. 2 ദിവസത്തെ വിഷയം അത്രേ ഉള്ളൂ. 3-ാമത്തെ ദിവസം തൊട്ട് റിയാസ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം കേരളത്തിൽ അനായാസം സാധ്യമാകുമെന്നും അതിനനുസൃതമായിട്ടുള്ള ഒരു മാധ്യമ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് പിണറായി വിജയനാണ്. അല്ല, അതിന് 2-3 കാരണം എനിക്കതിന് തോന്നിയിട്ടുള്ളത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിതമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം ഇവിടെ കേരളത്തിലുണ്ട്, തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ രണ്ടാമത് എന്തൊക്കെ പറഞ്ഞാലും EMSനേക്കാളൊക്കെ മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അക്കാര്യത്തിൽ സംശയമില്ല. ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പട്ടണം EMSന്റെ കാലത്താണ്. അത്രയും പട്ടണം ഇന്നിപ്പോ ഇല്ലല്ലോ. ഇതിപ്പോ അരിയെങ്കിലും കിട്ടുന്നുണ്ട്. അല്ല, ഇന്നത്തെ പ്രശ്നം പട്ടിണിയല്ല, അമിത ഭക്ഷണം കൊണ്ടുള്ള മരണമാണ്. അതെ. അപ്പൊ EMSന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ പിടിച്ചു വരുത്തിയിട്ട് ജവഹർലാൽ നെഹ്റു 800 ഗ്രാം അരിയ കൊടുത്തിരുന്നേ ഒരു വീട്ടുകാർക്ക് ഒരു മാസത്തേക്ക്. ഇന്ദിരാഗാന്ധി 67 കൊടുത്തിരുന്നത് അത്ര തന്നെയാണ്. ഇന്നിപ്പോ അതൊക്കെ മാറിയല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ അരി കിട്ടുന്നു. ഇത് ആ രീതിയിൽ നോക്കാൻ സമൃദ്ധമല്ലേ, വളരെ സമൃദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ച് കാര്യങ്ങൾ പൊതുവേ ഒരു അനുകൂലമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് ഇപ്പം രാഷ്ട്രീയമായിട്ടും തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട. ഈ നിലവിലുള്ള സാഹചര്യം തുടരുകയാണെങ്കിൽ കോൺഗ്രസിലെ വിശേഷിച്ചും കോൺഗ്രസിലെ നിലവിലുള്ള സെൽ തുടരുകയും CPM അതിന്റെ ഈ ഉദാഹരണം നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാണെന്നുള്ള അടി പോലും ഈ കമ്മ്യൂണിസ്റ്റ് ഈ CPM ഉണ്ടാക്കിയതായിരിക്കും. മനസ്സിലായി, വളരെ സാധ്യതയുണ്ട്. അത് അവരറിയണമെന്നില്ല. അതാണ് അതിന്റെ ബൗദ്ധികമായ അവരുടെ ഒരു
ഒരു സമീപനം അതാണ്. അല്ലേ, എപ്പോഴും സംഘടിത ശക്തികളുടെ ഒരു കരുത്ത് ശരിക്കതാണ്. അതെ, അവർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവണം നിർബന്ധമില്ല. ആ വായന മാറിപ്പോകാൻ വേണം. അതെ. അപ്പൊ ആ രീതിയിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അല്ലെങ്കിൽ LDF അധികാരത്തിൽ വരികയും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് എന്നുള്ളത് 1 വർഷം കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞാൽ നമുക്ക് സാധ്യതയുള്ളതാണ് അല്ലേ? സാധ്യതയുള്ളതാണ്, വളരെ സാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് വളരെ മിടുക്കനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷം കോടി രൂപയുടെ നമ്മുടെ ദേശീയപാത വികസനത്തിന്റെ ഇതിനകത്ത് കേന്ദ്രം അനുവദിച്ചത് കേരളത്തിന്റെ പദ്ധതിയായിട്ട് അവതരിപ്പിക്കും, സ്വന്തം മടം കൊടുക്കാനായിട്ട് വലിയ ത്രാണി കാണിച്ചിട്ടുള്ള ആളും കൂടിയാണ് മുഹമ്മദ് റിയാസ്. വളരെ മിടുക്കനാണ്, സംശയമൊന്നും കരുതലില്ല. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഈ പറഞ്ഞ ഭാവി മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയാണ്. കാരണം മരുമകൻ മുഖ്യമന്ത്രിയാവട്ടെ നമുക്കൊന്ന് ആശംസിക്കാം. വസ്തുതയിൽ അതിന് വളരെ എല്ലാ സാധ്യതകളും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.